എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന HSST പരീക്ഷകൾക്ക് ഒരുക്കമായിട്ട് പ്രീവിയസ് ഇയർ HSST പരീക്ഷയുടെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് HSST എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പ് നടന്ന HSST സോഷ്യോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, method of teaching in which the pupil discovers the facts for themselves with the help of experiments, apparatus or books. അതായത് കുട്ടികൾ അവർ തന്നെ ഡിസ്കവർ ചെയ്യുകയാണ്. അതായത് എക്സ്പെരിമെൻസിലൂടെയും അപ്പാരറ്റസിലൂടെയും ബുക്സിലൂടെയൊക്കെ അവർ തന്നെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാൾട്ടൺ പ്ലാൻ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, അനലിറ്റിക്കൽ മെത്തേഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഹ്യൂറിസ്റ്റിക് ടീച്ചിങ് മെത്തേഡ്സിൽ അതായത് കുട്ടികൾ തന്നെയാണ് ലേൺ ചെയ്യുന്നത്. അതായത് അവർ കാര്യങ്ങൾ ലെക്ചർ ലിസൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഫാക്ട്സ് മെമ്മറൈസ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. അവരവരുടെ ലേണിങ്ങിൽ പൂർണ്ണമായും ഇൻവോൾവ്ഡ് ആയിക്കൊണ്ടാണ് അവിടെ ലേണിംഗ് നടക്കുന്നത്. അതായത് അവർ തന്നെയാണ് അവിടെ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അവർ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസിലൂടെയും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെയൊക്കെ അവർ തന്നെ പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിങ്ങേക്കാൾ നന്നായിട്ട് അവർക്ക് അവിടെ ഐഡിയാസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ പ്രോജക്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഡാൾട്ടൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ഇവിടെ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഓരോ കുട്ടി അവരുടെ തന്നെ പേസിനനുസരിച്ച് ഇവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിക്ക് ഒരു മിസ്ബിഹേവിയർ വന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി മിസ്ബിഹേവ് ആയിട്ട് പെരുമാറുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു കേസായിട്ട് എടുത്ത് അതിനെപ്പറ്റി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. കേസ് സ്റ്റഡി ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ല. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൊരു മെത്തേഡും അല്ലെങ്കിൽ ഒരു ടൂൾസായിട്ട് നമ്മൾ കരുതാണ് കേസ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു മാലർജിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് ഡീവിയൻ്റ് ആയിട്ടുള്ള ഒരു കേസായിട്ട് എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയറിനെ നമ്മൾ കേസായിട്ട് എടുത്തിട്ട് ആ ബിഹേവിയർ പ്രോബ്ലത്തെ പറ്റി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ടീച്ചിങ് അപ്രോച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ടോപ്പിക്കിനെയൊക്കെ സ്മോളറായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് മാനേജബിൾ ആയിട്ടുള്ള പാർട്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, ഇൻഡെപ്ത് നോളജ് കിട്ടും, ആ ഒരു കോംപ്ലക്സിറ്റി ആ ഒരു ഇതൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ അൺനോണിൽ നിന്ന് നോണിലോട്ട് വന്ന് പഠിക്കുന്നതാണ്. അതായത് കുഞ്ഞിതാക്കി നമ്മൾ ആ വലിയൊരു കോൺസെപ്റ്റിനെ പഠിക്കുന്ന മെത്തേഡിനാണ് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടെസ്റ്റ് വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ടു ലൊക്കേറ്റ് ദ സ്പെസിഫിക് വീക്ക്നെസ് ഇൻ ലേണിംഗ് ഓഫ് പീപ്പിൾസ്. അതായത് കുട്ടികളുടെ ടീച്ചിങ് ലേണിങ്ങിലെ വീക്ക്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് വേറെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിട്ട് പോകണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഒരു കുട്ടിയുടെ വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ അവൻ്റെ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ അവൻ എവിടെയാണ് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്ന് അറിയാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ടൈം ബൗണ്ട് ആയിട്ട് നടത്തുന്ന ടെസ്റ്റ് അല്ല. അതായത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക, എവിടെയാണ് കുട്ടിയുടെ പ്രോബ്ലം, എന്താണ് കുട്ടിയുടെ പ്രോബ്ലം എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ റെമഡിയൽ ടീച്ചിങ് കൊടുത്ത് ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് അറിയാനാണ്. അതായത് ഒരു പേഴ്സൻ്റെ നാച്ചുറൽ എബിലിറ്റീസും അതുപോലെ തന്നെ ഒരു ന്യൂ സ്കില്ല് ലേൺ ചെയ്യാനുള്ള അവൻ്റെ പൊട്ടൻഷ്യലൊക്കെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മറ്റ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആയിട്ട് ലോജിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, വെർബൽ ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സ്പേഷ്യൽ അവെയർനെസ് എന്നിവയെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്പെസിഫിക് റോളിലോട്ട് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പ്രോഗ്രാമിലോട്ട് ഇവനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവൻ അവിടെ സ്യൂട്ടബിൾ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ലെവൽ ഓഫ് നോളജ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്റ്റഡിയിലുള്ള അവൻ്റെ ആ ഒരു സ്കില്ല് അസസ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ലാസ്റ്റാണ്. അതായത് നമ്മൾ ഒരു സെമസ്റ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നടത്തുന്ന എക്സാമുകളുണ്ടല്ലോ, അതാണ് ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളുടെ അക്കാഡമിക് പ്രോഗ്രസ്സും പെർഫോമൻസും ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ടീച്ചിങ് ലേണിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവന് എന്തോരം അറിവ് കിട്ടി എന്ന് നമ്മൾ നോക്കുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അസസ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ആ സ്പെസിഫിക് സബ്ജക്റ്റിൽ അവൻ്റെ കരിയർ എന്തായിരിക്കും, അതിൽ അവന് സക്സസ് ആകാനായിട്ട് പറ്റുമോ എന്നിങ്ങനെയൊക്കെ ഡയഗ്നോസ് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നടത്തുന്ന എക്സാമാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഏരിയയിലോട്ട് പോകാനുള്ളൊരു ഫൗണ്ടേഷനായിട്ടുള്ള സ്കിൽസ് അവനുണ്ടോ അല്ലെങ്കിൽ ഭാവിയിലോട്ട് അതിനുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് അവൻ നേടുമോ എന്നൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളൊക്കെ എടുക്കാൻ നേരത്തെ ഇതിൽ അവൻ വിജയിക്കുമോ അല്ലെങ്കിൽ അവൻ അതിൻ്റെ സക്സസ് ആകാനായിട്ട് പറ്റുമോ, അതിനുള്ളൊരു പ്രീറിക്വസ്റ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് അവനുണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിങ്ങനെയുള്ളതെല്ലാം മാറി മാറി ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതെല്ലാം പഠിച്ചിട്ട് പോകണം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്നത്? നമുക്ക് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഏരിയാസും മനസ്സിലാക്കാനായിട്ടാണ്. സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. 10 ക്വസ്റ്റ്യൻസാണ് നമ്മളോട് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലോട് ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാർട്ടിൽ നിന്നായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ടെസ്റ്റുകളെല്ലാം പഠിച്ചിട്ട് പോകണം. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഓരോന്ന് തരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ദാറ്റ് സമ്മറൈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ത്രൂ സം കോമ്പിനേഷൻ ഓഫ് ഡ്രോയിങ്സ്, വേർഡ്സ്, സിമ്പിൾസ് ആൻഡ് പിക്ചേഴ്സ്. അതായത് നമ്മൾ ഒരു ഇൻഫർമേഷൻ അതിനെ നമ്മൾ സമ്മറൈസ് ചെയ്യുക. അത് സമ്മറൈസ് ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഡ്രോയിങ്സും വേർഡ്സും സിമ്പിൾസും പിക്ചേഴ്സും എല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ആ ഐഡിയ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനായിട്ട് നമ്മളെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡ്രോയിങ്സിൻ്റെ, വേർഡ്സിൻ്റെയും സിമ്പിൾസിൻ്റെയും പിക്ചേഴ്സിൻ്റെയും ഒക്കെ കോമ്പിനേഷനിലൂടെ നമ്മൾ ആ ഒരു സ്പെസിഫിക് ഐഡിയ അവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റഡ് എയ്ഡ്സ്, ഗ്രാഫിക് എയ്ഡ്സ്, ഡിസ്പ്ലേ ബോർഡ്സ്, ആക്ടിവിറ്റി എയ്ഡ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗ്രാഫിക് എയ്ഡ്സ് ആണ്. ആക്ടിവിറ്റി എയ്ഡ്സിലൂടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഫീൽഡ് ട്രിപ്പ്, ഔട്ട്ഡോർ ലേണിങ്, അതുപോലെ എക്സ്പ്ലോർ റിയൽ വേൾഡ് എൻവയോൺമെൻറ്റ്, എൻകറേജ് ക്വസ്റ്റ്യൻസ്, അതുപോലെയുള്ള ഫീൽഡ് ട്രിപ്പുകൾ, എക്സ്പെരിമെൻറ്റേഷൻസ്, ഡ്രാമാറ്റിക്സ് എന്നിവയൊക്കെയാണ് ആക്ടിവിറ്റി എയ്ഡ്സിൽ വരുന്നത്. പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ വരുന്നത് നമ്മൾ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ സർഫസിൽ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യുന്ന എയ്ഡ്സുകളാണ് പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ലൈഡ് പ്രൊജക്റ്റേഴ്സ്, ഫിലിം പ്രൊജക്റ്റേഴ്സ്, ഓവർഹെഡ് പ്രൊജക്റ്റേഴ്സ്, ഒപ്പേക്ക് പ്രൊജക്റ്റേഴ്സ് എന്നിവയെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി ഡിസ്പ്ലേ ബോർഡ്സ് വരുന്നതാണ് നമ്മുടെ ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, ക്വെക്ക് ബോർഡ് എന്നിങ്ങനെയുള്ള ബോർഡ്സുകളാണ് ഡിസ്പ്ലേ ബോർഡ്സിൽ വരുന്നത്. ഇനി ഗ്രാഫിക് എയ്ഡ്സിലാണ് നമ്മുടെ പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്, ഗ്രാഫ്സ്, മാപ്പ് ഡയഗ്രാംസ്, പോസ്റ്റേഴ്സ്, ഫ്ലാഷ് കാർഡ്, ചാർട്ട്സ് അങ്ങനെയെല്ലാം വരുന്നതാണ് ഗ്രാഫിക് എയ്ഡ്സിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് ദ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ആണ്. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മോഡിഫിക്കേഷൻ ഓഫ് അതായത് ബിഹേവിയറിൻ്റെ മോഡിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഇതിനെ ഒത്തിരി ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഫാറ്റിഗ്, ആറ്റിറ്റ്യൂഡ് എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അതായത് ഇതെല്ലാം ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. അതായത് ഇൻട്രസ്റ്റ്, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലേണിംഗ് സംഭവിക്കത്തുള്ളൂ. ആപ്റ്റിറ്റ്യൂഡ്, നമുക്ക് അതിനുള്ളൊരു പ്രാപ്തി ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു ലേണിംഗ് സംഭവിക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കണം. ഫറ്റീഗ്, അതായത് നമ്മൾ റെസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയ്ക്കാണ് ഫറ്റീഗ്. അത് നമ്മുടെ ക്ഷീണമാണ് ഫറ്റീഗ് എന്ന് പറയുന്നത്, സ്ട്രെസ് കൊണ്ട് പുവർ ഡയറ്റ് കൊണ്ടൊക്കെ. അപ്പം ഇത് നമ്മുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നെഗറ്റീവ് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ക്ഷീണമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, നമുക്ക് അതിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതായത് പഠിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ലേണിങ് സംഭവിക്കത്തുള്ളൂ. ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഫറ്റീഗ്, ആറ്റിറ്റ്യൂഡ് എന്നിവയെല്ലാം ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചിങ് ഈസ് സ്റ്റിമുലേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ്. ടീച്ചിങ് ഈസ് നോട്ട് എ മീൻസ് ഓഫ് പ്രിപ്പറേഷൻ. ടീച്ചിങ് ഈസ് ഹെൽപ്പിംഗ് എ ചൈൽഡ് ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് ടു ഹിസ് എൻവയോൺമെൻറ്റ്. ടീച്ചിങ് ഈസ് എ കോൺഷ്യസ് പ്രോസസ് ആൻഡ് നോട്ട് ആൻ അൺകോൺഷ്യസ് പ്രോസസ്സാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 3ഉം ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ടീച്ചിങ് ഈസ് സ്റ്റിമുലേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ്. ടീച്ചിങ് എന്ന് പറഞ്ഞത് സ്റ്റിമുലേഷനും ആൻഡ് എൻകറേജ്മെൻറ്റുമാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ചൈൽഡിനെ അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരാളല്ല, മറിച്ച് ഒരു ഫെസിലിറ്റേറ്ററാണ്. അതായത് അതിനു വേണ്ട ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, അവനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവനെ എൻകറേജ് ചെയ്യുക, അവനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അവനെ സപ്പോർട്ട് ചെയ്യുക എന്നിങ്ങനെയുള്ളതൊക്കെയാണ് ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 3ഉം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ആർ. അതായത് റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺലി ഓൺ ഒബ്സർവബിൾ എക്സ്പീരിയൻസ് ഓർ എംപീരിക്കൽ എവിഡൻസ്. റിസർച്ച് ഡസൻറ്റ് ഡിമാൻഡ് അക്യുറേറ്റ് ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. റിസർച്ച് ഡസൻറ്റ് റിക്വയർ എക്സ്പെർട്ടൈസ്. റിസർച്ച് സ്ട്രൈവ് ടു ബി ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 4ഉം ആണ്. അതായത് റിസർച്ച് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺലി ഓൺ ഒബ്സർവബിൾ എക്സ്പീരിയൻസ് ഓർ എംപീരിക്കൽ എവിഡൻസ്. അതുപോലെ തന്നെ റിസർച്ച് എന്ന് പറയുന്നത് സ്ട്രൈവ് ടു ബി ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ എന്നുള്ളതാണ്. റിസർച്ച് പല ടൈപ്പ് ഓഫ് റിസർച്ചുകളുണ്ട്. ഫണ്ടമെൻ്റൽ റിസർച്ചുകളുണ്ട്, അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, ആക്ഷൻ റിസർച്ച് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ ഒരു എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഡേറ്റ അവിടെ കാണും. അപ്പോൾ ആ ഡേറ്റേനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ റിസർച്ച് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കാണിക്കാനായിട്ട് ഒബ്സർവബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ എംപീരിക്കൽ എവിഡൻസ്, അതായത് കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റ അവിടെയുണ്ട്. ആ ഡേറ്റേനെ ബേസ് ചെയ്തുകൊണ്ടാണ് റിസർച്ച് പോകുന്നത്. അതുപോലെ തന്നെ അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും, ലോജിക്കലും ആയിരിക്കും. റിസർച്ചിന് ഡസൻറ്റ് റിക്വയർ എക്സ്പെർട്ടൈസ്. അതായത് നമ്മുടെ ആക്ഷൻ റിസർച്ചിനൊക്കെ ഒരു എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ റിസർച്ച് എപ്പോഴും ഒരു അക്യുറേറ്റ് ഒബ്സർവേഷനും ഡിസ്ക്രിപ്ഷനും വേണം, അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്താണ് പോകുന്നത്. അവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഇല്ലാത്തതിനാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ടാണ് അത് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള അക്യുറേറ്റ് ഒബ്സർവേഷനും ഡിസ്ക്രിപ്ഷനും വേണം. പക്ഷേങ്കിൽ റിസർച്ചിന് എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യം, അതായത് ആക്ഷൻ റിസർച്ച് പോലുള്ള റിസർച്ചുകൾക്ക് ഒരു എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഒരു ടീച്ചറിനാണെങ്കിലും അത് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തീസിസ് ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ. അതായത് നമ്മുടെ തീസിസ് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണത് എഴുതേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിയേറ്റീവ്, concise, clear. Phraseology should be dignified and straightforward. Simple language, short and coherent sentence. It should be pedantic with flippant phrases. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ
ാണ് അതായത് ക്രിയേറ്റീവ് കോൺസൈസ് ക്ലിയർ, അതായത് സിമ്പിൾ ലാംഗ്വേജിൽ കൃത്യമായിട്ട്, അതായത് വളരെ ഭംഗിയായിട്ട്, അതായത് നമുക്ക് കാണുമ്പം നമ്മൾ അതിൻ്റെ അത് ചാർട്ടുകളും ഡയഗ്രാമുകളും ഒക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടുന്ന രീതിയിൽ ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യണം, ക്ലിയർ ആയിട്ടും പ്രസൻറ്റ് ചെയ്യണം. അതായത് നമുക്ക് അതെന്താണെന്ന് തീസിസ് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് എളുപ്പം കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വേണം പ്രസൻറ്റ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാർട്ടും ഡയഗ്രാംസൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് അതൊക്കെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കറക്റ്റ് നോക്കിക്കഴിയുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ്, ഷോർട്ട് ആൻഡ് കൊഹറൻറ്റ് സെൻറ്റൻസ്. അതായത് സിമ്പിൾ ലാംഗ്വേജിൽ കൃത്യമായിട്ട് ഷോർട്ടാക്കിയിട്ട് ഒത്തിരി നമ്മൾ എഴുതി കൂട്ടുമൊന്നും വേണ്ട, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ലാംഗ്വേജിൽ, അതായത് റിസർച്ച് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണം, പക്ഷേ അത് സിമ്പിളായിരിക്കണം. അതായത് ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. ഫ്രേസോളജി ഷുഡ് ബി ഡിഗ്നിഫൈഡ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും മെത്തഡോളജി അല്ലെങ്കിൽ റിസർച്ച് ലാംഗ്വേജിൽ, അതായത് റിസർച്ചിന് നമുക്ക് കുറേ ടേംസുകളുണ്ട്, നമ്മളത് യൂസ് ചെയ്യണം. അത് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഫ്രേസുകൾ നമ്മൾ യൂസ് ചെയ്യണം, പക്ഷേ അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. പക്ഷേ ഒരിക്കലും നമുക്ക് അതായത് ഭയങ്കര കടുകട്ടി ലാംഗ്വേജിൽ എഴുതി വായിക്കുന്ന ഒരാൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് ക്രിയേറ്റീവായിട്ട് എന്നാൽ റിസർച്ച് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ തീസിസ് എഴുതാനായിട്ട്. Next question. A formal meeting at which a number of experts in a particular field discuss a particular subject. അതായത് ഒരു ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. അവിടെ എക്സ്പേർട്സുകൾ ഒരു പർട്ടിക്കുലർ ഫീൽഡിലുള്ള എക്സ്പേർട്ടുകൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഫോർമൽ മീറ്റിങ്ങിന് എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺഫറൻസ്, സെമിനാർ, സിമ്പോസിയം, വർക്ക്ഷോപ്പ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സിമ്പോസിയമാണ്. സെമിനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സെമിനാറിൽ ഒരു എക്സ്പേർട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്താണ് ടോപ്പിക്ക്, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാണ്, ഡിസ്കസ് ചെയ്യുന്നതാണ് സെമിനാർ എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ഒരു വെൽത്ത് ആയിട്ടുള്ള നോളജ് കിട്ടും. ആ ഒരു ഏരിയനെ പറ്റി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ് സെമിനാറിൽ ചെയ്യുന്നത്. കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1, 2, 3 ദിവസങ്ങളിലൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ എന്താണോ, അതായത് ഇപ്പോൾ ഒരു AI ജനറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ആ ഒരു ഫീൽഡിലെ റിസർച്ചേഴ്സും സയൻറ്റിസ്റ്റുകളും എല്ലാം കൂടി ചേർന്ന് ആ ഒരു വിഷയത്തെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മൾ ആ ഒരു എക്സ്പേർട്ടുകൾ കൂടി ഡിസ്കസ് ചെയ്യുന്ന അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നമ്മളിപ്പോൾ നമുക്ക് തരുന്ന ഒരു ക്ലാസ്സിനാണ് നമ്മൾ വർക്ക്ഷോപ്പ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ എക്സൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊരു വർക്ക്ഷോപ്പായിട്ട് എടുക്കാം. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ നമ്മൾ പങ്കെടുത്തിട്ട് എക്സൽ എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പിൽ പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഫോർമലായിട്ട് ഒരാൾ വന്നിട്ട് നമുക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വർക്ക്ഷോപ്പിൽ തരുവാണ് ചെയ്യുന്നത്. സിമ്പോസിയത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. അവിടെ ഒത്തിരി നമ്പർ ഓഫ് എക്സ്പേർട്സുകൾ കാണും ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ. അപ്പോൾ അവർ ഓരോരുത്തരും ആ പർട്ടിക്കുലർ ഫീൽഡിലെ പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി ആ പ്രസൻറ്റേഷനിലൂടെ ഇൻഡെപ്തായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എത്ര എക്സ്പേർട്ടുകളുണ്ടോ ആ എല്ലാ എക്സ്പേർട്ടുകളും അവരവിടെ വന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി ഇൻഡെപ്ത് നോളജ് നമുക്ക് തരുന്നതിനെയാണ് നമ്മൾ സിമ്പോസിയം എന്ന് പറയുന്നത്. സിമ്പോസിയം കോൺഫറൻസും കൂടെയാണ് നമുക്ക് മാറിപ്പോകുന്നത്. സിമ്പോസിയം എന്ന് പറയുമ്പോൾ അത് ഒരു ഡേ ഒക്കെ ആയിരിക്കും കാണുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി ഇൻഡെപ്തായിട്ട് നോളജ് നമുക്ക് ലഭിക്കുകയാണ് സിമ്പോസിയത്തിൽ ചെയ്യുന്നത്. പക്ഷേ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ വൈഡാണ്. അതായത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. അവിടെ ഒരു ഒത്തിരി പേര് കാണും. അവരിപ്പം ആ ഒരു സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതായത് സിമ്പോസിയമാണ് കുറച്ചും കൂടെ ആ ഒരു സബ്ജക്റ്റ് സെൻറ്റേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് വരുന്നത്.
സിമ്പോസിയമാണ്. കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈഡായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എടുക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി പോയിന്റുകൾ അല്ലെങ്കിൽ ഒത്തിരി ഏരിയാസ് കാണും. ആ ഏരിയാസുകളെ എല്ലാ കോൺഫറൻസിൽ വരും. പക്ഷേ സിമ്പോസിയത്തിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. അതായത് കുറച്ചും കൂടെ സ്കോളർലി സ്പെസിഫിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് വരുന്നത് സിമ്പോസിയമാണ്. അതുകൊണ്ടാണ് ഇവിടെ സിമ്പോസിയം ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് റിസർച്ച് എത്തിക്സ്? റിസർച്ച് എത്തിക്സിനെ പറ്റി ശരിയായിട്ടുള്ള കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സബ്ജക്ട് ഷുഡ് നോട്ട് ബി ഹാംഡ് ഇൻ എനി വേ. Collecting information on subject or observing them without appropriate permission. Any information or data which are collected either from or about a subject should be strictly confidential. Individual scores should be reported or made public even for an enormous measure. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് സബ്ജക്റ്റ് ഒരു രീതിയിൽ ഹാം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് നമ്മുടെ ടോപ്പിക്കിനെ അതായത് ആ ടോപ്പിക്കുമായിട്ട് നമുക്കൊരു എന്താണോ ടോപ്പിക്കിൽ ഉദ്ദേശിച്ചത് അതായിരിക്കണം നമ്മൾ അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്താലും ഒരു സബ്ജക്റ്റിനെ പറ്റി ആയിക്കോട്ടെ, ഒരു പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിക്കോട്ടെ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതായത് നമ്മൾ റിസർച്ചൊക്കെ ചെയ്യുമ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അതായത് പേഴ്സണൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ടുള്ള ഡേറ്റകൾ നമ്മളവിടെ എൻട്രി ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതായത് അതിൻ്റെ അകത്ത് ഒരു പേഴ്സണലായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും പുറത്തു പോകാനായിട്ട് പാടില്ല. നമുക്ക് നമ്മുടെ റിസർച്ചിന് വേണ്ടി അത് യൂസ് ചെയ്യാം, അവരുടെ അനുവാദത്തോടെ മാത്രം. പക്ഷേങ്കിൽ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതായത് അതിൽ യാതൊരുവിധ രീതിയിൽ നമുക്കത് പബ്ലിക്കാക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ സ്ട്രിക്റ്റായിട്ട് നമ്മൾ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. അതായത് നമുക്കത് ഓപ്പൺ ആക്കിയാലേ പറ്റുള്ളൂ എന്നൊരു കേസുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ അവരുടെ ആ ഒരു കൺസേണോടെ മാത്രമാണ് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ചില സ്കൂളുകളിലെയൊക്കെ പേരുകൾ നമ്മൾ ചിലപ്പോൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലും നമ്മൾ ചെയ്യണമെങ്കിൽ അവരുടേതായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള അതായത് പെർമിഷൻ വേണ്ടി വരും. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന സ്കൂളുകളൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ അവരുടെ പേരൊക്കെ നമ്മളവിടെ പറയണമെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ അത് അവരുടെ കയ്യിൽ നിന്നുള്ള കൺസേണോടെ മാത്രമാണ് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ പോയി കുട്ടികളെ ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം, അതായത് നമ്മുടെ പേഴ്സണൽ അല്ലാണ്ട് വേറൊരാളെ അല്ലെങ്കിൽ വേറൊരു വസ്തുവായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അവിടെ പെർമിഷൻ നമ്മൾ വാങ്ങിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു എനോമസ് മെഷർ വേണ്ടി ഒരിക്കലും നമ്മളത് അതായത് ഇൻഡിവിജ്വലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കാക്കാനായിട്ട് പാടില്ല. അതായത് നമുക്ക് ഡിസമിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണല്ലോ നമ്മൾ റിസർച്ചിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആണെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ആ ബിഹേവിയറൽ പ്രോബ്ലത്തെ പറ്റി നമുക്ക് പറയാം. കുട്ടികളുടെ ബിഹേവിയറൽ പ്രോബ്ലം കൂടുതലാണ്, അപ്പോൾ നമുക്ക് ഇന്ന മെഷറുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്ന് നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതല്ലാണ്ട് ഇന്ന സ്കൂളുകളിൽ ഇന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് യാതൊരുവിധ അവകാശമില്ല. അതായത് സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഇൻ കേസ് എങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ആരെയും ഹാംഫുൾ ആക്കുന്ന രീതിയിലാകാനും പാടില്ല. അതുപോലെ തന്നെ അവരുടെ കൺസേണോടുകൂടി മാത്രമാണ് നമുക്കത് പബ്ലിക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. HSST സോഷ്യോളജിയിലെ ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്